പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് ഫെബ്രുവരി 14 വിശുദ്ധ സിറിലിൻ്റെയും വിശുദ്ധ മെത്തോഡിയസിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. ഇവരുടെ ശക്തമായ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. ഇന്നത്തെ ഒന്നാം വായനയിൽ ഹവ്വായ്ക്ക് പിശാചിന് നേർക്കുനേർ കണ്ടുമുട്ടേണ്ട സാഹചര്യമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. വീണുപോയി, പ്രലോഭനത്തിൽ വീണുപോയി. ദൈവം പറഞ്ഞത് ധിക്കരിക്കേണ്ടതായിട്ട് വന്നു. പിശാച് വന്ന് നിൽക്കുമ്പോഴൊന്നും മനസ്സിലായില്ല അത് പിശാചാണെന്നും. കാരണം വളരെയധികം ആകർഷകത്വത്തോടു കൂടിയാണ് സംസാരിച്ചത്. പിശാച് ഭംഗിയായിട്ടാണ് സംസാരിച്ചത്. ഇനി ആ പഴമോ അത് കണ്ണിന് കൗതുകകരമായിരുന്നു. അപ്പം കൗശലക്കാരനായ ആ പിശാച് അവളെ വീഴ്ത്താൻ പറ്റിയ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് സംസാരിച്ചു. നമുക്കിന്ന് ഈ പരിശുദ്ധ ബലി ഏകദേശം 1 മണിക്കൂർ സമയം നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മളെ വീഴ്ത്താൻ പിശാചിനറിയാം. നമ്മുടെ വീക്ക് പോയിന്റ് കയറി പിടിച്ചിട്ട് നമുക്കിപ്പോൾ അനുഗ്രഹം കിട്ടേണ്ട സമയമാണെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ പിശാചിന് സാധിക്കും. അപ്പോൾ അവർ പിന്നെ മറഞ്ഞിരിക്കേണ്ടതായിട്ട് വന്നു. ഈ ആദവും ഹവ്വായും ഒളിച്ചിരിക്കേണ്ടതായിട്ട് വന്നു. അവർക്ക് പിന്നെ കുറ്റബോധമായി. നമുക്ക് കർത്താവിന് മുമ്പിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ പറ്റിയ വിധത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ വെടിപ്പായി നിൽക്കാൻ, നല്ല അവനാൾ അങ്ങനെ ശരിയല്ലല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നാതിരിക്കട്ടെ. നമുക്ക് നന്നായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നന്നായിട്ട് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളൊന്ന് വിചാരിച്ചാൽ അനുഗ്രഹം പെട്ടെന്ന് വരും. നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ അനുഗ്രഹം വരുമായിരിക്കും, പക്ഷെ താമസമുണ്ടാക്കല്ലേ. നമുക്കതുകൊണ്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ദൈവമേ, സഹോദരരായ വിശുദ്ധ സിറിളും വിശുദ്ധ മെത്തോഡിയസും വഴി സ്ലാവു ജനതയെ പ്രകാശിപ്പിച്ചുവല്ലോ. അങ്ങേ പ്രബോധനത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അനുഗ്രഹം നൽകുകയും സത്യവിശ്വാസത്തിലും ശരിയായ പ്രഖ്യാപനത്തിലും ഹൃദയ ഐക്യമുള്ള ജനതയായി ഞങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ ചെയ്യരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്നു മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അങ്ങേ പുത്രന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ടൈർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളീസ് പ്രദേശത്തു കൂടി ഗലീല കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയരെ, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിലാണ് ബധിരനും മൂകനുമായ ഒരുവനെ സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ സുഖപ്പെടുത്തുന്നത് എഫാത്ത എന്ന് പറഞ്ഞിട്ടാണ് സുഖപ്പെടുത്തുക. അത് തുറക്കപ്പെടട്ടെ എന്നാണ് അർത്ഥം. ഇന്നത്തെ ഈ വചനഭാഗവും സുവിശേഷ ഭാഗവും ഒന്നാം വായനയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാവോന്നറിയില്ല, ലാറ്റിൻ ക്രമത്തിൽ മാമോദീസ കർമ്മത്തിൽ അതിൻ്റെ അവസാന ഭാഗമെത്തുമ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയാണ് എഫാത്ത പ്രാർത്ഥന. അത് കുഞ്ഞിൻ്റെ 2 ചെവികളിലും കുരിശടയാളമിടും, ചുണ്ടിലും കുരിശടയാളമിടും. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുനാഥൻ ബധിരന് കേൾവിയും ഊമന് സംസാര ശക്തിയും നൽകി. അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിൻ്റെ ചെവികളെയും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിൻ്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കട്ടെ. ഇത് ജനന സമയത്ത്, അല്ലെങ്കിൽ മാമോദീസ സമയത്ത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം മുതിർന്നവരുടെ മാമോദീസ സമയത്ത് അച്ഛന്മാർക്ക് പോയി ചുണ്ടത്ത് കുരിശടയാളം ഇടാൻ പറ്റില്ലല്ലോ. മുതിർന്ന ആളുകളുടെ പോയി അങ്ങനെ ഇടാൻ പറ്റില്ല. കുട്ടികൾക്ക് അതിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ഒന്നാം വായനയിൽ ഇതൊരു ബന്ധനമായി മാറുന്നത് കണ്ടോ? മാമോദീസ സമയത്ത് ഈ ബന്ധനം അഴിക്കുകയാണ് എഫാത്ത പ്രയർ വഴി. സുവിശേഷത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. ഈ ബന്ധനമാണ് അഴിക്കുന്നത്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ പ്രായം ആയിട്ടും സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ട് ഈ വചനഭാഗം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ വിടുതൽ തന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഭിഷേകമായിട്ട് ദൈവം തരും. ഇപ്പോൾ 2-3 വയസ്സായിട്ടൊക്കെ സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി പറ്റിയ മറ്റൊരു വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യം. ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ അവ കഴിവ് നൽകുകയും ചെയ്തു. ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഈ കുഞ്ഞ് സംസാരിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാം വായനയിൽ, അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. സ്ത്രീയോട് സർപ്പൻ ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് കേൾക്കാനിടയായത് കൊണ്ടല്ലേ പ്രലോഭനത്തിൽ വീണത്. അപ്പം മറുപടി പറഞ്ഞു. അപ്പം സ്ത്രീ ഉടനെ തന്നെ മറുപടി പറഞ്ഞു. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടാത്തത് കേൾക്കാൻ ഇടയായി, ആവശ്യമില്ലാത്ത സംസാരത്തിനും ഇടയായി. അതുകൊണ്ട് പിശാച്
ഉൽപ്പത്തി 3:4 കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കല, കഴിച്ചോ, മരിക്കല. അപ്പോൾ അതുകൊണ്ടാണ് ഈ എഫാത്ത പ്രാർത്ഥനയുടെ നമ്മൾ വീഴുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബന്ധനം നമ്മൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് കഴിക്കരുതെന്ന് പറഞ്ഞതാണ്, കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞതാണ്. ഉൽപ്പത്തി 2:17 കഴിക്കരുത്, കഴിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് പിശാച് മുന്നേ കൂട്ടി അറിഞ്ഞിട്ട് പിശാച് വന്നിട്ട് പറയുന്നത്, നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചു. ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഹവ്വയുടെ മുമ്പിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ദൈവം പറഞ്ഞത് എന്താണ്? കഴിക്കരുത്, കഴിച്ചാൽ മരിക്കും. പിശാച് വെച്ച ഓപ്ഷൻ കഴിച്ചോളൂ, മരിക്കല. ഈ 2 ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞപ്പോഴാണല്ലോ അവർക്ക് മനസ്സിലായത്. നമുക്കും പല കാര്യങ്ങളും അങ്ങനെയാണ്, കാര്യങ്ങൾ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. അപ്പോൾ കയ്യിൽ നിന്ന് പോയി ഇനി എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്ന വിഷയങ്ങളില്ലേ. അപ്പോൾ കയ്യിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് ബുദ്ധിപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. പിശാചിൻ്റെ ചോദ്യത്തിൻ്റെ കുനിഷ്ഠ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ബുദ്ധി വേണം, ബുദ്ധി ഉപയോഗിക്കണം. മണ്ടത്തരം കാണിക്കരുത്. മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ, വേണ്ടാത്തത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ചതിക്കുഴികളിൽ പെട്ടുപോയിട്ടുണ്ട്, എന്നിട്ട് എത്രയോ വർഷങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പിന്മാറി വന്ന് പിന്നെ കീഴടങ്ങി കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ച് പിന്നെ രക്ഷപ്പെടാൻ എത്രയോ നാളെടുക്കും. പറുദീസയിലുണ്ടായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് രക്ഷകന്റെ വരവിന് വേണ്ടി എത്രയോ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അനുഗ്രഹത്തിലായിരുന്നവർ അനുഗ്രഹം കളഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. പിശാച് നുണയല്ലേ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 8:44 അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പിശാച് നുണയല്ലേ പറഞ്ഞത്? സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്, നുണയല്ല. പിശാചല്ല പിശാച് നിങ്ങളെ അടിമകളാക്കി വെക്കും. നമുക്ക് എന്തോ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥ വരും. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല. അതാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യവും നൽകി. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി, എന്ത് വേണമെങ്കിലും ചെയ്യാം. തിന്മ വേണമെങ്കിൽ എടുക്കാം, നന്മ വേണമെങ്കിൽ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നന്മ എടുത്താൽ അനുഗ്രഹമാണ്, ഉടനെ അനുഗ്രഹമാണ്. തിന്മ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താമസം ഉണ്ടാവും. ദൈവം അങ്ങനെ തള്ളിയൊന്നും കളയുകയല്ല. പക്ഷെ നമ്മളായിട്ട് കുരുത്തക്കേട് കാണിച്ച് പിന്നെ തിരിച്ചു വരാൻ കുറേ നാളെടുക്കും. എത്രയോ വർഷങ്ങൾ പോയി എന്ന് നമ്മൾ തന്നെ പറയേണ്ടി വരും. 1 പത്രോസ് 2:16 നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കണം, എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പം മൊബൈൽ ഫോണൊക്കെ നമുക്ക് എന്തും വേണമെങ്കിലും നോക്കാം. പക്ഷെ അത് തെറ്റായ ബന്ധത്തിലേക്കുള്ള ഒരാവരണമായി മാറരുത്. ഇല്ല, ആ സ്വാതന്ത്ര്യം വിവാഹേതര ബന്ധത്തിലേക്കുള്ളൊരു ആവരണമായി മാറരുത്. മറിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരെ പോലെ ജീവിക്കുവിൻ. ഈ ഹവ്വയുടെ ഇന്നത്തെ കെട്ടുമട്ടും കണ്ടു കഴിഞ്ഞാൽ, ഹവ്വ ഒരു പ്ലാക്കാർഡ് നെഞ്ചത്ത് വെച്ചിട്ട് കുറഞ്ഞ നിരക്കിൽ പറ്റിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഹവ്വ. ഇങ്ങനെ നിൽക്കുക, വേണമെങ്കിൽ വന്ന് എന്നെ പറ്റിച്ചോ, കുറഞ്ഞ നിരക്കിൽ ഞാനിതാ നിന്ന് തരികയാണ്, പറ്റിക്കപ്പെടും, എന്നെ പറ്റിച്ചോ, എന്നെ എടുത്തോണ്ട് വെക്കോ എന്ന് പറഞ്ഞ് പ്ലാക്കാർഡ് നെഞ്ചത്ത് വെച്ച് ഇങ്ങനെ നടക്കുന്ന പോലെയാണ് ഹവ്വ ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹവ്വയ്ക്ക് കെണി പറ്റിയത്. അതുകൊണ്ടെന്താ, നഗ്നത അവർക്കൊരു കുഴപ്പമായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 2:25 3:7 അവർക്ക് പ്രശ്നമായി, മരത്തിൻ്റെ മറവിലേക്ക് മാറി. അതാണ്, തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ടാണ് കുമ്പസാരം കഴിയുമ്പോൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഒരു പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തി. അയാളിലുള്ള പിശാച് കുറേ പന്നിക്കൂട്ടത്തിലേക്ക് പോയി. അപ്പോൾ അയാൾക്കൊരു ആഗ്രഹം ഉണ്ടായി, ഈശോയുടെ പുറകെ പോയിട്ടൊന്ന് സഹായിക്കണം. ഈശോ പറഞ്ഞു, വേണ്ട വീട്ടിൽ പൊക്കോ. കാരണം ഒരു ഹാങ് ഓവർ ഉണ്ടാകും, തിന്മയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. ഈ ഹാങ് ഓവറാണ് നമ്മളെ ദൈവത്തിന് മുമ്പിൽ
നിൽക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നത് അപ്പോഴാണ്. ആദം നീ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പോയല്ലോ കർത്താവേ, കയ്യിൽ നിന്ന് പോയല്ലോ ദൈവം, ഇനി എന്ത് ചെയ്യും, എങ്ങനെ തിരിച്ചു പിടിക്കും? നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ വലിയ എളുപ്പമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവ്വായിക്ക് ആദത്തിനും പറ്റിയത്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നീ തീരുമാനിക്കണം. നിന്റെ മുമ്പിൽ നന്മയുണ്ട്, തിന്മയുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അവരുടെ മുമ്പിൽ പഴം ഭക്ഷിക്കരുത്, പഴം കഴിച്ചോളൂ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അവരെന്താ തിരഞ്ഞെടുത്തത്? പ്രഭാഷകൻ 15-16 അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. 17 പ്രഭാഷകൻ 15-17 ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. അപ്പോൾ ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല. അതാണ് മനുഷ്യന് തന്നിരിക്കുന്ന ഒരു ഗുണമാണ്. ഞങ്ങൾ തിയോളജി പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു കാര്യമാണ് ഫ്രീഡം ഓഫ് വിൽ. ഇത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ദൈവം ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു കുഴപ്പമില്ലായിരിക്കും, ശരിയായിരിക്കും ഞാൻ ചെയ്തത് എന്ന് നമ്മൾ വിചാരിക്കും. തെറ്റ് ചെയ്തിട്ടും ദൈവം ഇടപെട്ടുന്നില്ലെന്ന് നമുക്ക് തോന്നും. ദൈവം ഇടപെടിയല്ല. കാരണം ദൈവം ഇടപെട്ടിരുന്നെങ്കിൽ കയ്യിൽ ആദത്തിന് കൊടുക്കാൻ പഴം ഹവ്വ കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാമായിരുന്നില്ലേ? ദൈവം ശക്തിയുള്ള ദൈവമല്ലേ? ദൈവത്തിനൊരു വിളി, ഒരൊറ്റ വിളി പോരായിരുന്നു. ഹവ്വ നീ എന്താ കാണിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ല അത് കഴിക്കരുതെന്ന്, എന്നിട്ട് എന്താ നീ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിന് ഇടപെടാമായിരുന്നില്ലേ? ദൈവം ഇടപെടിയല്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, അത് തിന്മയായാലും നന്മയായാലും, ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തിയല്ല. നന്മ തിരഞ്ഞെടുത്താൽ അനുഗ്രഹമാണ്, തിന്മ തിരഞ്ഞെടുത്താൽ നമുക്ക് ദുഃഖമുണ്ടാകും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 11-26 മുതലുള്ള വാക്യങ്ങൾ, ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാനിന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. നമ്മളാ സെലക്ട് ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ നമ്മൾ നടത്തണം. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, നീയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ശിക്ഷ നൽകണമോ? നീയാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ജോബിന്റെ പുസ്തകം 34-ാം അധ്യായം 33-ാം വാക്യമാണ്. ഞാനല്ല, നീയാണ് തീരുമാനിക്കണം. നീ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, പക്ഷേ നമ്മുടെ സഹകരണം കൂടാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. നമ്മുടെ സഹകരണം വേണം. യെസ് ഓർ നോ പറയണം. യെസ് ഓർ നോ പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ദൈവത്തിനോട് യെസ് പറയണം. അപ്പോൾ ചില ആളുകൾ എത്രയോ കല്യാണങ്ങളൊക്കെ അബദ്ധം പറ്റി കളഞ്ഞിട്ടുണ്ട്. എത്രയോ കല്യാണങ്ങൾ, ഇപ്പോൾ കല്യാണം കിട്ടുന്നില്ല, ഭയങ്കര സങ്കടമാണ്, കല്യാണം കിട്ടുന്നില്ല, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, അച്ഛാ കല്യാണം നടക്കുന്നില്ല. ഒന്നോർത്തോയ്ക്ക് എത്രയോ കല്യാണങ്ങൾ കളഞ്ഞു. അബദ്ധങ്ങൾ സംഭവിക്കാം. ഹവ്വായ്ക്ക് അബദ്ധം സംഭവിച്ചു. പക്ഷെ അവരുടെ കഷ്ടപ്പാടിൽ ദൈവത്തിന് കരുണ തോന്നി. ദൈവം രക്ഷ വാഗ്ദാനം ചെയ്തു. രക്ഷകൻ അയക്കുമെന്ന് പറഞ്ഞു. അപ്പം അബദ്ധങ്ങൾ പറ്റിയാലും അത് ദൈവത്തിന് മുമ്പിൽ ഒന്ന് സോറി എന്ന് പറയണം. ധൂർത്തപുത്രൻ അബദ്ധം പറ്റിയല്ലോ. ധൂർത്തപുത്രൻ ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തുക്കൾ ധൂർത്തടിച്ച്, പക്ഷെ അവൻ അബദ്ധം മനസ്സിലായി. അവൻ തിരിച്ചു വന്നു, കാലേ വന്ന് വീണു, പിതാവേ സോറി. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇപ്പൊ ബിസിനസ് മേഖലയിലായാലും പഠനത്തിൻ്റെ മേഖലയിലായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സോറി അപ്പാ, ഇല്ല കൊച്ചപ്പനോട് പറഞ്ഞ അപ്പ അതൊന്നും സാരമില്ല കുഞ്ഞ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് അപ്പൻ പറയുന്ന പോലെ പിതാവായ ദൈവം നമ്മളോട് പറയില്ലേ? അങ്ങനെ തള്ളിക്കളയല. ഇപ്പം ലോകത്തിൻ്റെ കോടതി നമ്മളെ ശിക്ഷയ്ക്ക് വിധിച്ചാലും ദൈവത്തിൻ്റെ കോടതിയായ കുമ്പസാരക്കൂട്ടിൽ നമുക്ക് പരിപൂർണ പാപമോചനവും വിടുതലും ദൈവം നൽകും. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെ സോറിയൊക്കെ പറയുന്നത് അത് ഒരു തരംതാണ പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കും.
പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ദാസിയാണ്, ദാസനാണെന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം. ദൈവത്തിന് മുമ്പിൽ ഞാൻ അങ്ങയുടെ അടിയാളനാണ്, ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണല്ലോ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. എന്തൊരു തുറവിയാണത്! ആത്മാവിൻ്റെ തുറവിയാണ് പരിശുദ്ധമ്മയ്ക്ക്. ഞാനിതാ കർത്താവിൻ്റെ ദാസിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പരിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ, ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം തരാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ, തീരുമാനമെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ തെറ്റായൊരു തീരുമാനം ഉണ്ടായതിൻ്റെ പേരിൽ പ്രിയ ദൈവപൈതലേ, നീ അനുഗ്രഹത്തിൻ്റെ കാലതാമസം കൂട്ടിയെടുക്കരുത്. ഇങ്ങനെ അനുഗ്രഹം തരാൻ മുന്നോട്ട് നീട്ടിപ്പിടിച്ച കൈ പിന്നോട്ട് വലിപ്പിക്കല്ലേ. ഇല്ല, പിന്നോട്ട് വലിച്ചു വെക്കാമല്ലോ. അനുഗ്രഹം തരാൻ വേണ്ടി നീട്ടിപ്പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരം നിന്റെ ഒരു പ്രവൃത്തി മൂലം പിന്നോട്ട് വലിപ്പിക്കരുത്. നമുക്കതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, നല്ലത് തീരുമാനിക്കാൻ, എനിക്ക് നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ എനിക്കതിനോട് കൃപ തരണമേ. എനിക്ക് കൂടുതൽ വീഴ്ചകൾ വരുന്നത്, കെണിയിപ്പെട്ടു പോകുന്നത് വർത്തമാനത്തിലും കേൾവിയിലുമാണ്. ഈശോ എന്നെ രക്ഷിക്കണമേ, എനിക്ക് ഒരു കൃപ തരണമേ. ഇന്നത്തെ ദിവസം ഞാൻ എവിടെയാണ് തെറ്റിപ്പോയതെന്ന് തിരിച്ചറിയാൻ കൃപ തരണമേ. പോയെടുത്ത് അവിടുന്ന് സോറി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ. ഒരു മരിയൻ അഭിഷേകം എനിക്ക് തരണമേ. ഈശോയുടെ ഒരു എഫാത്ത പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം എനിക്ക് തരണമേ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഒത്തിരി ഈ തീർത്ഥാടനം വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധരായ സിറിലിൻ്റെയും മെത്തോഡിയസിൻ്റെയും സ്മരണാദിനത്തിൽ അങ്ങേ മഹിമയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഉപവിയുടെ സ്നേഹത്തിൽ അങ്ങയോട് രമ്യതപ്പെട്ട നവമാനവരാശിയുടെ അടയാളമായ തീരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങൾ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങൾ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി
ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ജനതകളുടെയും പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഒരേ അപ്പത്തിലും ഒരേ ആത്മാവിലും പങ്കുകാരാക്കുകയും നിത്യമായ വിരുന്നിന് അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. വിശുദ്ധരായ സിറിലിൻ്റെയും മെത്തോഡിയസിൻ്റെയും ഈ ആഘോഷത്തിൽ അങ്ങ് മക്കളുടെ ഗണമതേ വിശ്വാസത്തിൽ നിലനിന്ന് നീതിയുടെയും സമാധാനത്തിനും രാജ്യം ഒരുമിച്ച് പടുത്തുയർത്തുവാൻ കനിവാർന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ
സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.